നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ ഒരു യാത്ര പോവുകയാണ്. ഇന്ത്യ എങ്ങനെയാണ് ആകാശത്ത് സ്വന്തം സ്വപ്നങ്ങൾ കണ്ടത്, പിന്നെ കാണുന്ന ഈ നിലയിലേക്ക് എത്തിയതെന്നൊക്കെ നമുക്ക് നോക്കാം. കഥയുടെ തുടക്കം തന്നെ രസാണ്. റൈറ്റ് സഹോദരന്മാർക്ക് മുൻപ് ഏതാണ്ട് 1895 മുംബൈയിൽ ശിവ്കർ ബാപ്പുജി തൽപ്പാട ഒരാളില്ല വിമാനം പറത്തിയെന്നൊരു പറച്ചിലുണ്ട്. അത് പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. എല്ലാലും ഇന്ത്യയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് അത്രയും പഴക്കമുണ്ടെന്നത് കാണിക്കുന്നു, അല്ലേ? അതെ, തീർച്ചയായും. ആ ഒരു ക്ലെയിമിന്റെ ചരിത്രപരമായ കൃത്യതയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്ര പണ്ട് തന്നെ ഇവിടെ അത്തരം ചിന്തകളും ശ്രമങ്ങളും നടന്നിരുന്നു എന്നത് അത് ശ്രദ്ധേയം തന്നെയാണ്. പക്ഷേ ഒരു വ്യവസ്ഥാപിതമായ ശ്രമം തുടങ്ങുന്നത് ബ്രിട്ടീഷ് കാലത്താണ്. അന്ന് ചില ഫ്ലൈയിങ് ക്ലബ്ബുകള്, ചെറിയ എയർപോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഫലത്തിൽ ചിറകു വിരിക്കാൻ പറ്റിയത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ്. അതെ, 1947 ശേഷം ആ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതായത് HAL ഒക്കെ വരുന്നത്. തീർച്ചയായും അതൊരു വലിയ സ്റ്റെപ്പായിരുന്നു. പ്രതിരോധത്തിലും വ്യോമയാനത്തിലുമൊക്കെ സ്വയം പര്യാപ്തത വേണം എന്ന ലക്ഷ്യത്തോടെയാണ് HAL തുടങ്ങിയത്. വെറും റിപ്പയർ മാത്രമല്ല, സ്വന്തമായി വിമാനങ്ങൾ ഉണ്ടാക്കണം, അതായിരുന്നു വലിയ ലക്ഷ്യം. അതിന്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം ആയിരുന്നു 1960കളിൽ വന്ന HF-24 മാരത്. മാരത്, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ജെറ്റ് ഫൈറ്റർ. ജർമ്മൻ എഞ്ചിനീയർ കുർത്ത് ടാങ്ക് അദ്ദേഹത്തിന്റെ സഹായത്തോടെ HAL ഉണ്ടാക്കിയത്. അതൊരു വലിയൊരു ഒരു കുതിച്ചുചാട്ടം തന്നെ ആയിരുന്നിരിക്കണം അന്നത്തെ കാലത്ത്. നിസ്സംശയം മാരുതിന് അതിൻ്റെതായ ചില കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സ്വന്തമായ ഒരു ഫൈറ്റർ ജെറ്റ് ഡിസൈൻ ചെയ്യാനും ഉണ്ടാക്കാനും ഇന്ത്യക്ക് പറ്റുമെന്ന് അത് തെളിയിച്ചു. ആ ഒരു ആത്മവിശ്വാസം അത് നൽകി. പക്ഷേ അപ്പോഴും നമ്മുടെ വ്യോമസേനയുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കത് മാത്രം പോരായിരുന്നു. അതെ, അപ്പോഴാണ് നമ്മൾ പ്രധാനമായും സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ബ്രിട്ടൻ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിമാനങ്ങൾ വാങ്ങുന്നത്. MiG-21, പിന്നെ മിറാജ്, ജാഗ്വാർ, സുഖോയ്, Su-30MKI. ഇതൊക്കെ നമ്മുടെ പ്രതിരോധത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോഴും വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാനുമായും ചൈനയുമായും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ വിമാനങ്ങൾ വളരെ നിർണായകമായിരുന്നു. ശരിയാണ്. MiG-21 ഒക്കെ എത്ര കാലമാണ് നമ്മുടെ ഒരു നട്ടെല്ല് പോലെ ഇരുന്നത്. സുഖോയ് ആണെങ്കിൽ ലോങ് റേഞ്ച് മൾട്ടി റോൾ ഫൈറ്റർ. അത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പവർ ശരിക്കും കൂട്ടി. അപ്പോൾ ഈ ഇറക്കുമതി ആവശ്യമായിരുന്നു, പക്ഷെ അത് തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പുഷ് കൂടി നൽകി. ശ്രമങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് തേജസ്, LCA, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. ഒരുപാട് വർഷങ്ങളെടുത്തു, അല്ലേ? ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ടൊരു പ്രോജക്റ്റായിരുന്നു അത്. അതെ, ഒരുപാട് ടെക്നിക്കലായും പോളിസിപരമായും ഒക്കെയുള്ള തടസ്സങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും കാലമെടുത്തത്. പക്ഷേ ഇന്നതൊരു യാഥാർത്ഥ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുള്ള നമ്മുടെ സാഹചര്യങ്ങൾക്ക് പറ്റിയ ഒരു നല്ല യുദ്ധവിമാനം, അത് സേനയുടെ ഭാഗമായി എന്നത് വലിയ നേട്ടമാണ്. യുദ്ധവിമാനങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പോ ഹെലികോപ്റ്ററുകളുടെ കാര്യമെടുത്താൽ ധ്രുവ്, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ, പിന്നെ അതിന്റെ ആംഡ് വേർഷൻ രുദ്ര, അതുപോലെ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ പ്രജണ്ട്, ഇതൊക്കെ HAL ഉണ്ടാക്കിയതാണല്ലേ? വളരെ ശരിയാണ്. ഫൈറ്റർ ജെറ്റ് പോലെ തന്നെ പ്രധാനമാണ് ഹെലികോപ്റ്ററുകളും. മിലിറ്ററി ഓപ്പറേഷൻസിനും രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ വേണം. അപ്പം ഈ രംഗത്തും നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നത് അത് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഡ്രോണുകൾ, സൈനികാവശ്യങ്ങൾക്കുള്ളത്, പിന്നെ ട്രെയിനർ എയർക്രാഫ്റ്റുകൾ, ഇതിൻ്റെയൊക്കെ പണിപ്പുളയിലാണ്. അപ്പോൾ ഭാവിയിലേക്ക് എന്താണ്? അടുത്ത തലമുറ വിമാനങ്ങൾ AMCയെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അതാണ് അടുത്ത വലിയ സ്റ്റെപ്പ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, AMCA. അതൊരു 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ആയിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഡിഫൻസിലെ വലിയൊരു ശക്തിയാവും. അതോടൊപ്പം ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ്, സ്പേസ് പ്ലെയിൻസ്, അങ്ങനെയുള്ള ഫ്യൂച്ചർ ടെക്നോളജീസിലും ഇന്ത്യക്ക് നോട്ടമുണ്ട്. ഈ ടെക്നോളജി വളർച്ചയുടെ കൂടെ തന്നെ നമ്മൾ കാണുന്നൊരു നല്ല കാര്യം, കൂടുതൽ ചെറുപ്പക്കാർ, സ്ത്രീകളടക്കം ഈ ഏവിയേഷൻ ഫീൽഡിലേക്കും എയർഫോഴ്സിലേക്കുമൊക്കെ വരുന്നു എന്നതാണ്. അതെ, അത് തീർച്ചയായും ഈ സെക്ടറിന്റെ വളർച്ചയും പിന്നെ നമ്മുടെ സമൂഹത്തിലെ മാറ്റവും കാണിക്കുന്നുണ്ട്. കൂടുതൽ അവസരങ്ങൾ വരുന്നത് നല്ലതാണ്. വ്യോമയാനം ഒരു കരിയറായി എടുക്കാൻ കൂടുതൽ പേർക്ക് പ്രചോദനമാവുന്നു. ശക്തമായ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിക്കും ഡിഫൻസിനും ഇത് വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൽപ്പാടയുടെ ആ പഴയ സ്വപ്നങ്ങളിൽ നിന്നും തുടങ്ങി ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞു. മരുതും തേജസ്സും
ധ്രുവമൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു ഇന്ത്യയിലേക്ക് നമ്മളെത്തി. അതെ. സ്വയം പര്യാപ്തതയിലേക്കും ലോക നിലവാരത്തിലേക്കുമുള്ള ഒരു വലിയ യാത്രയുടെ ഭാഗമാണിത്. അതെ, ആകാശത്ത് നമ്മുടെ സ്വന്തം ടെക്നോളജിയുടെ പവർ കാണിക്കുന്നൊരു ഇന്ത്യ. വെല്ലുവിളികൾ ഇനിയും ഉണ്ടാവാം, പക്ഷെ ഡയറക്ഷൻ ക്ലിയറാണ്. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഇവിടെയൊക്കെ നമ്മൾ കഴിവ് തെളിയിച്ചു. ഇനി AMCA പോലുള്ള വലിയ പ്രോജക്റ്റുകൾ, സ്പേസ് പ്ലെയിൻ എന്ന സ്വപ്നമൊക്കെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ പോക്ക് പോയാൽ വ്യോമയാന രംഗത്ത് ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന അടുത്ത വലിയൊരു മുന്നേറ്റം എന്തായിരിക്കും?